ഹായ് സുഹൃത്തുക്കളെ, കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്കുള്ള അധ്യാപക തസ്തികകളൊക്കെ അതായത് KV PGT KV TGT തുടങ്ങിയ തസ്തികകളിലേക്കും അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള TGT PGT തസ്തികകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായിട്ട് മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വിവിധ സ്റ്റേറ്റുകളിലെ KVകളുടെയും കേന്ദ്രീയ വിദ്യാലയങ്ങളിലെയും അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളിലെയും വേക്കൻസികളുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു ഡോക്യുമെന്റ് ആണ് ഇവിടെ കാണുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളിലൊക്കെ ഉള്ള ടോട്ടൽ വേക്കൻസികൾ ഇവിടെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ സംസ്ഥാനങ്ങൾ വൈസ് അതായത് സ്റ്റേറ്റ് വൈസ് ഉള്ള വേക്കൻസികൾ പുറത്തുവിട്ട സ്ഥിതിക്ക് നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വരുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇതേ ചാനലിലൂടെ കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വേക്കൻസി നോക്കുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ കേസ് എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പൊ ഈ ഫസ്റ്റ് 2 കോളം എന്നുള്ളത് KVകളുടെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ വേക്കൻസികളുടെ കാര്യമാണ്. കേരളത്തിൽ 356 വേക്കൻസികളാണ് ടീച്ചിങ് പോസ്റ്റിലുള്ളത്. അതായത് കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ ടീച്ചിങ് പോസ്റ്റിലുള്ളത് 356 വേക്കൻസികളാണ്. അത് PGT ഉണ്ട്, TGT ഉണ്ട്, PRT ഒക്കെ ഉണ്ട്. ടോട്ടൽ 356 വേക്കൻസികളാണ്. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് KVകളുണ്ട്. അവിടെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് 77 വേക്കൻസികൾ നോൺ ടീച്ചിങ്ങിലും ഉണ്ട്. ഈ അവസാനത്തെ 2 കോളം എന്ന് പറയുന്നത് നവോദയ വിദ്യാലയങ്ങളിലെ വേക്കൻസിയാണ്. കേരളത്തിലെ കേസ് നോക്കുകയാണെങ്കിൽ 92 വേക്കൻസികൾ നവോദയ വിദ്യാലയങ്ങളിൽ ടീച്ചിങ് പോസ്റ്റ് ഉണ്ട്. അത് TGT PGT വിവിധ വിഭാഗങ്ങളിൽ 92 വേക്കൻസികൾ ആകെ കേരളത്തിൽ ഒഴിവുകളായിട്ടുണ്ട്. നവോദയ വിദ്യാലയങ്ങളിൽ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് 108 വേക്കൻസികളും ഉണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നോക്കുകയാണെങ്കിൽ KVയിൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ 7,000 വേക്കൻസികളുണ്ട്. ടീച്ചിങ് പോസ്റ്റിലേക്ക് മാത്രം TGT PGT എല്ലാം കൂടെ ചേർത്ത് 7,000 വേക്കൻസികൾ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നമുക്കറിയാം PGT ആണെങ്കിലും TGT ആണെങ്കിലും വിവിധ വിഷയങ്ങളിൽ ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ പല വിഷയങ്ങളിലുള്ള ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. അതെല്ലാം കൂടെ ചേർത്തുള്ള നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇപ്പൊ വേക്കൻസി ലിസ്റ്റ് ഒക്കെ പുറത്തുവിട്ട സ്ഥിതിക്ക് നോട്ടിഫിക്കേഷനും ഉടനെ തന്നെ വരും. അപ്ലൈ ചെയ്യാനുള്ള സമയമൊക്കെ ഉടനെ തന്നെ ആവുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് കോമ്പറ്റീഷൻ, ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീഷൻ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ജനറൽ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ സബ്ജക്ട് മാത്രം വരുന്ന പേപ്പർ ഉണ്ട്. ഹിന്ദിയുടെ എലമെന്ററി ഹിന്ദി നോളജ് ഒക്കെ നമുക്ക് വേണം. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടോ തടസ്സമായിട്ടോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എലമെന്ററി ഹിന്ദി നോളജ് ജസ്റ്റ് ക്വാളിഫിക്കേഷൻ നേച്ചറിലാണ്. 4 മാർക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ അത് TGTക്കും PGTക്കും ഒക്കെ ഡിഫറൻസ് ഉണ്ട്, ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. പക്ഷേ സ്റ്റിൽ അത് ക്വാളിഫയിങ് നേച്ചറിലുള്ള മാറ്റർ ആണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ കോഴ്സിൽ ഇപ്പോൾ I+ ഇതുമായി ബന്ധപ്പെട്ട് PGT KV PGTക്ക് വേണ്ടിയിട്ട് അതുപോലെ NVS PGTക്ക് വേണ്ടിയിട്ട് ജനറൽ പാർട്ടിന്റെയും എല്ലാ സബ്ജക്റ്റുകൾക്കും കോമൺ ആയിട്ടുള്ള ജനറൽ പാർട്ടിന്റെയും ഫിസിക്സ്, കെമിസ്ട്രി, കൊമേഴ്സ് വിഷയങ്ങളുള്ള സബ്ജക്ട് പാർട്ടിന്റെയും കോച്ചിങ് ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. മുൻകൂട്ടി എൻറോൾ ചെയ്ത് വളരെ ചെറിയ ഫീസിൽ ഇപ്പോൾ എൻറോൾ ചെയ്ത് നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങി നല്ല സ്കോർ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനുവേണ്ടി പഠിച്ചു തുടങ്ങുക. കാരണം വേക്കൻസിയുടെ ലിസ്റ്റ് ഒക്കെ വന്ന സ്ഥിതിക്ക് കൃത്യമായിട്ട് ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാനുള്ള സമയമാണ്. ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. കാരണം ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റീഷനാണ്. ഒരുപാട് പേര് നമ്മളെ ഇതുമായിട്ട് എന്താണ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിജീവിക്കണമെങ്കിൽ നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ 7,000 ഇപ്പൊ KVയിൽ തന്നെ ടീച്ചിങ് സ്റ്റാഫായിട്ട് 7,765 വേക്കൻസികളുണ്ട്. അതുപോലെ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് 1,600 വേക്കൻസികളുണ്ട്. നവോദയ വിദ്യാലയങ്ങൾ നോക്കുകയാണെങ്കിൽ ടീച്ചിങ് സ്റ്റാഫിന് 4,323 വേക്കൻസികളുണ്ട്. അപ്പോൾ ഈ വേക്കൻസികളൊക്കെ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ള എന്താണ് വേക്കൻസികളാണ്. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള യോഗ്യതകൾ ഉണ്ടെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ, മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ മുൻപ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, ഇനിയുള്ള വീഡിയോകളിൽ ചെയ്യും. അപ്കമിംഗ് നോട്ടിഫിക്കേഷനിൽ അത് സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് ഉള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക. കാരണം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ നവോദയ വിദ്യാലയങ്ങളിലുള്ള ടീച്ചർ എന്നുള്ളത്. നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ടൗണുകളിലും കേന്ദ്രീയ വിദ്യാലയങ്ങളുണ്ട്. അവിടെയൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.